Hi student, നമ്മൾ 4 semester BSc Mathematics and 4 semester BSc Physics and Chemistry Complementary Mathematics Laplace Transform ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ പാർട്ടിലേക്ക് നമുക്ക് നോക്കാം. Differential equations, initial value problems. Consider the initial value problem y double dash plus a y dash plus by equal to r of t, equation number 1. Y of 0 is equal to k0 and y dash of 0 is equal to k1 with constants a and b. Applying Laplace transform on both sides of equation 1 and substituting L of y is equal to capital Y, L of r is equal to capital R, we get L of y double dash plus a into L of y dash plus b into L of y equal to L of r of t. Okay, അപ്പോൾ L of y സ്ഥാനത്ത് ക്യാപിറ്റൽ വൈയും L of r സ്ഥാനത്ത് ക്യാപിറ്റൽ ആറും ഇട്ട് കൊടുക്കാം. ഇനി L of y ഡബിൾ ഡാഷ് എന്താ ഈക്വേഷൻ ആണ്, പ്ലസ് എ ഇൻറ്റു ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്, പ്ലസ് ബി ഇൻറ്റു L of y. അപ്പോൾ L of yയുടെ ക്യാപിറ്റൽ വൈയും L of r ൻ്റെ ക്യാപിറ്റൽ ആർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടുന്നു. എന്നിട്ട് ക്യാപിറ്റൽ വൈ ഉള്ള ടേംസ് കോമൺ എടുക്കുന്നു, y0 ഉള്ള ടേം y ഡാഷ് ഓഫ് 0 ഇങ്ങനെ എഴുതി. ദിസ് ഈസ് കോൾഡ് സബ്സിഡറി ഇക്വേഷൻ ആൻഡ് ദ ഫങ്ഷൻ നോക്കി 1 ഈ വൈയുടെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യൻ്റ് അല്ലേ അതിൻ്റെ റെസിപ്രോക്കൽ, അതിനെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ ക്യൂ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് SIക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. സോൾവ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് പ്ലസ് 3y ഈക്വൽ ടു 0 given y of 0 is equal to 3 and y dash of 0 is equal to 1. നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ എഴുതി, രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്തു. ഇവിടെ L of 0 സീറോയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 0 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി എന്താണ് L of y ഡാഷ് അതിൻ്റെ ഇക്വേഷൻ എഴുതി, L of y ഡാഷ് അതിൻ്റെ ഇക്വേഷൻ എഴുതി, ഇങ്ങനെ എഴുതി. ഇനി L of yയുടെ അവിടെ ക്യാപിറ്റൽ Y ഇട്ട് കൊടുത്തു. എന്നിട്ട് y എല്ലാം കൂടെ ടേംസ് കോമൺ എടുത്തു. അപ്പോൾ എന്നാ കിട്ടി? അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ബാക്കിയുള്ള ടേം എല്ലാം അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പം നമുക്ക് എന്നാ കിട്ടി? ക്യാപിറ്റൽ Y ഈസിക്കൽ ടു ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ സെപ്പറേറ്റ് എഴുതുക. ഇവിടെ ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. a/s പ്ലസ് 3 പ്ലസ് b s പ്ലസ് 1, എയും ബിയും കണ്ടുപിടിച്ചു. എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് ഇതെന്ന് വെച്ചാൽ ഇത് L ഇൻവേഴ്സ് ഓഫ് ഇത്. അപ്പോൾ -2 ഇൻറ്റു e⁻³ പ്ലസ് 5 ഇൻറ്റു e⁻⁻t. അപ്പം സ്മോൾ y ഈക്വൽ ടു ഈ വാല്യൂ എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇൻവേഴ്സ് ട്രാൻസ്ഫോമും ലാപ്ലേസ് ട്രാൻസ്ഫോമും കുറേ ഫംഗ്ഷൻ്റെ ഇല്ലേ, അത് കാണാൻ പഠിക്കണം. ടി എന്താണ്, t² എന്താണ്, t⁻n എന്താണ്, സൈൻ AT എന്താണ്, കോസ് AT എന്താണ്, സൈൻ h എന്താണ്, കോസ് h എന്താണ്, 1/s എന്താണ്, 1 എന്താണ്, t എന്താണ്, 0 എന്താണ്, അങ്ങനെ പലതില്ലേ. അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി പഠിക്കണം. എന്നാൽ മാത്രമേ ഇവിടുന്ന് ഇങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി വാല്യൂ ഇട്ട് കൊടുക്കുക. ഇത്രയും നമുക്ക് കിട്ടി. ഇനി വേണമെങ്കിൽ ടിയുടെ സ്ഥാനത്ത് നമുക്ക് ഇനിഷ്യൽ വാല്യൂ അല്ലേ y of 0 3 എന്നും y ഡാഷ് ഓഫ് 0 1 അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, y ഡബിൾ ഡാഷ് മൈനസ് y ഈസ് ഇക്വൽ ടു t given y of 0 ഈക്വൽ 1 y ഡാഷ് ഓഫ് 0 ഈക്വൽ 1. ഇക്വേഷൻ എഴുതി, രണ്ട് സൈഡിൽ ലാപ്ലേസ് എഴുതി, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്യാപിറ്റൽ Y എന്ന് എടുത്തു, ക്യാപിറ്റൽ Y ഉള്ള ടേംസ് ഒന്നിച്ച് എഴുതി, എന്നിട്ട് ക്യാപിറ്റൽ Y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി, ഇങ്ങനെ എഴുതി. ഇനി സ്മോൾ y വേണം, അത് L ഇൻവേഴ്സ് ഓഫ് ദിസ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി L ഇൻവേഴ്സ് ഓഫ് സ്പ്ലിറ്റ് ചെയ്തു, സൈൻ HT മൈനസ് t പ്ലസ് e⁻t. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ രണ്ട് സൈഡും L ചെയ്തു, വാല്യൂ ഇട്ട് കൊടുത്തു, ക്യാപിറ്റൽ Y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി, എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് വെച്ചിട്ട് s+1 അല്ലേ, അപ്പോൾ e⁻t ഇൻറ്റു ഇത്
അതേപോലെ തന്നെ ഇവിടെ e raised to minus t into 1 by s ക്യൂബിൻ്റെ എന്തോ t square by 2 ഫാക്ടർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി, എന്നിട്ട് എയും ബിയും സി ഇട്ട് കൊടുത്ത് വാല്യൂ കണ്ടുപിടിക്കുന്നു, ഇങ്ങനെ എഴുതുന്നു, ആൻസർ ഇങ്ങനെ കിട്ടി. ഇനി ഷിഫ്റ്റഡ് ഡാറ്റ പ്രോബ്ലം. അപ്പോൾ നോക്കിയേ, നമുക്കെല്ലാം y ഓഫ് 0 y ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തേ. ഇവിടെ നോക്കിയേ y ഓഫ് പൈ ബൈ 4 y ഡാഷ് ഓഫ് പൈ ബൈ 4 എന്നൊക്കെ അല്ലേ. അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്തേ ചെയ്യാൻ പറ്റും. നോക്കാം. സോൾവ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 2t, y ഓഫ് പൈ ബൈ 4 ഈക്വൽ ടു പൈ ബൈ 2, y ഡാഷ് ഓഫ് പൈ ബൈ 4 ഈക്വൽ ടു 2 മൈനസ് റൂട്ട് 2. അപ്പോൾ ഇവിടെ നോക്കി ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ t ഈക്വൽ ടു പൈ ബൈ 4 ആണ്. t ഈക്വൽ ടു 0 ആയിരുന്നു വേണ്ടത്. അപ്പോൾ ടിക്ക് നമ്മൾ t ടിൽഡ പ്ലസ് പൈ ബൈ 4 എന്ന് കൊടുത്തു. അപ്പോൾ നോക്കി t ടിൽഡ 0 ആകുമ്പോൾ t പൈ ബൈ 4 ആകുമ്പോൾ t ടിൽഡ എന്താ 0. ഓക്കെ, അന്നേരം നമുക്ക് ഷിഫ്റ്റ് വെച്ച് ചെയ്യാം. ഷിഫ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ നോക്കിയേ, ദ ഷിഫ്റ്റഡ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം കറസ്പോണ്ടിങ് ടു ദ ഗിവൺ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഈസ് y ടിൽഡയുടെ ഡബിൾ ഡാഷ് പ്ലസ് y ടിൽഡ ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു ടിയുടെ അവിടെ എന്തോ t ടിൽഡ പ്ലസ് പൈ ബൈ 4, y ടിൽഡ ഓഫ് 0 പൈ ബൈ 2, y ടിൽഡ ഓഫ് ഡാഷ് ഓഫ് 0. ഇവിടെ ഡബിൾ ഡാഷ് ഇല്ല, ഡാഷ് ഉള്ളു. നമുക്ക് എൽ ഓഫ് വൈ ടിൽഡ ക്യാപിറ്റൽ വൈ ടിൽഡ എന്ന് കൊടുത്ത് പഴയ ചെയ്തതിൻ്റെ തൊട്ട് തന്നെ ഒരു ടിൽഡ വരുമെന്നേ ഉള്ളൂ. എന്നിട്ട് ലാസ്റ്റ് തിരിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നോക്കിയേ, ടി എന്ന് പറയുന്നത് ടി ടിൽഡ പ്ലസ് പൈ ബൈ 4 അല്ലേ. അപ്പം ടി ടിൽഡ ഉള്ളിടത്തെല്ലാം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് ടിയിലുള്ള ടേം കിട്ടി. y ഓഫ് ടി ഈസ് ഇക്വൽ ടു 2t മൈനസ് സൈൻ ടി പ്ലസ് കോസ് ടി. ഈ ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം ചെയ്ത് പഠിക്കണം കേട്ടോ, എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഒരു പ്രാവശ്യം നോക്കിയാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. 2-3 പ്രാവശ്യം എഴുതി പഠിക്കാം. അടുത്ത കൺവല്യൂഷൻ ആൻഡ് ഇൻ്റഗ്രൽ ഇക്വേഷൻ. എനിക്ക് തോന്നുന്നു ഇത് BSc മാത്തമാറ്റിക്സിന് 4th സെം മാത്രമേ ഉള്ളൂ, സബിനില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, ഏതായാലും പറയുകയാണ്. കൺവല്യൂഷൻ ആൻഡ് ഇൻ്റഗ്രൽ ഇക്വേഷൻ. ദ കൺവല്യൂഷൻ ഓഫ് f ഓഫ് ടി ആൻഡ് g ഓഫ് ടി ഡിനോട്ടഡ് ബൈ f സ്റ്റാർ g ഓഫ് ടി. അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? f സ്റ്റാർ ഓഫ് g ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു ടി f ഓഫ് ടി മൈനസ് യു g ഓഫ് യു ഡി യു. ഇത് പഠിച്ചോണേ, എ പാർട്ടി ചോദിക്കാം. f സ്റ്റാർ g ഓഫ് ടി എന്ന് പറയുന്നത് ടിയിലുള്ള ഫംഗ്ഷൻ അല്ലേ. അപ്പം 0 ടു ടി എന്ന് കൊടുത്തു. ഇനി എന്താ, ടി എടുത്തുകൊണ്ട് നമ്മൾ യുവില്ല ഡി യുവിൽ ചെയ്യും. അപ്പോൾ f ഓഫ് ടി മൈനസ് യു g ഓഫ് യു ഡി യു. കൺവല്യൂഷൻ ഫോർ ദ ഫോളോയിങ് ഫംഗ്ഷൻ 1 സ്റ്റാർ 1. അപ്പോൾ 1 സ്റ്റാർ 1 എന്തുവാ, ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഇപ്പം ടി ആണ്. ഇനി ഇ റൈസ് ടു ടി സ്റ്റാർ ഇ റൈസ് ടു മൈനസ് ടി. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തപ്പോൾ എന്തുവാ, ഇ റൈസ് ടു ടി മൈനസ് യു. കണ്ടോ, എഫിൻ്റെ കൂടെ ടി മൈനസ് ടിയുടെ സ്ഥാനത്ത് ടി മൈനസ് യു എന്നും ജിയുടെ അവിടെ ടിയുടെ അവിടെ യു എന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്താ, ടി മൈനസ് യു ഇൻറ്റു ഇവിടെ ടീയുടെ സ്ഥാനത്ത് യു ഇട്ട് കൊടുക്കും മൈനസ് യു. ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം സൈൻ എച്ച് ടി, സൈൻ ഒമേഗ ടി സ്റ്റാർ കോസ് ഒമേഗ ടി ഇങ്ങനെ കൊടുത്ത് സൈൻ എ മൈനസ് ബി അല്ല, ഇവിടെ സൈൻ എ കോസ് ബി. ഇപ്പം 2 സൈൻ എ കോസ് ബി നമുക്കറിയാം, സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ആ രീതിയിൽ നമ്മൾ ചെയ്തു. പ്രോപ്പർട്ടീസ് ഓഫ് കൺവല്യൂഷൻ. കൺവല്യൂഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതായത് എഫ് സ്റ്റാർ ജിയും ജി സ്റ്റാർ എഫും സെയിം ആണ്. അപ്പോൾ നോക്കി അത് ചെയ്തേക്കുന്നത് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. എഫ് സ്റ്റാർ ജിയെ നമുക്ക് ഇക്വേഷൻ അനുസരിച്ച് ഇത് പറയാം. ഇനി ടി മൈനസ് യുവിൻ്റെ സ്ഥാനത്ത് വി എന്ന് കൊടുത്താൽ മൈനസ് ഡി യു, രണ്ട് സൈഡ് ഡെറിവേറ്റീവ് മൈനസ് ഡി യു ഡി വി. ഡി യു എന്ന് പറയുന്നത് മൈനസ് ഡി വി. യു 0 ആകുമ്പോൾ വി ടിയും യു ടി ആകുമ്പോൾ വി 0യും. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി തിരിച്ച് എഴുതാൻ വേണ്ടി മൈനസ് 0 ടു ടി ഇങ്ങനെ കിട്ടി. ഓക്കെ, ഈ മൈനസ് വെളിയിലെടുത്തു, ഇവിടെ ഒരു മൈനസ്, അങ്ങനെ ഇതാവും. അത് ജി സ്റ്റാർ എഫ് ആവും. ഇനി കൺവല്യൂഷൻ അസോസിയേറ്റീവ് ആണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അപ്പോൾ അസോസിയേറ്റീവിൻ്റെ നോക്കി ഇങ്ങനെ എഴുതി. അപ്പോൾ എഫ് സ്റ്റാർ ജി ചെയ്തു,
ഡിസ്ട്രിബ്യൂട്ടീവ് അസോസിയേറ്റിൻ്റെ പ്രൂഫില്ല, ഡിസ്ട്രിബ്യൂട്ടീവിൻ്റെ പ്രൂഫില്ല കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ ഒരു പേജ് റിപ്പീറ്റ് ആയി വന്നതാണ്. അപ്പം അസോസിയേറ്റീവ് ഉണ്ടോ, ബ്രാക്കറ്റ് പറ്റിയാൽ മതി, ഡിസ്ട്രിബ്യൂട്ടീവ് ഇതേപോലെ തന്നെ. അതേപോലെ തന്നെ ഐഡൻറ്റിറ്റീവ് ഉണ്ട്, തിയറം, കൺവല്യൂഷൻ തിയറം. ഇപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കൺവല്യൂഷൻ തിയറം എന്ന് ചോദിക്കാം. ഇഫ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി ആർ ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആൻഡ് ജി ഓഫ് എസ് റെസ്പെക്റ്റീവ്ലി, ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ദ പ്രോഡക്റ്റ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഈസ് ദ കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി. അപ്പോൾ അത് പഠിക്കണം. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സ്മോൾ എഫിൻ്റെ ക്യാപിറ്റൽ സ്മോൾ എഫിൻ്റെ സ്മോൾ ജിയുടെ കൺവല്യൂഷൻ ആയിരിക്കും. അതാണ് കൺവല്യൂഷൻ തിയറം എന്ന് പറയുന്നത്. സ്മോൾ എഫിൻ്റെ സ്മോൾ ജിയുടെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ്, സോറി, ക്യാപിറ്റൽ എഫിൻ്റെയും ക്യാപിറ്റൽ ജിയുടെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് സ്മോൾ എഫ് സ്മോൾ ജി എങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസിൻ്റെ കൺവല്യൂഷനാണ്, അതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് സ്മോൾ എഫിൻ്റെ സ്മോൾ ജിയുടെ കൺവല്യൂഷൻ. ഇപ്പോൾ നോക്കിയേ, പ്രൂഫ് സിമ്പിളാണ്. ഇങ്ങനെ എഴുതി, ക്യാപിറ്റൽ ജി ഓഫ് എസിന് മാത്രം എൽ ഓഫ് ജി ഓഫ് ടി എന്ന് കൊടുത്തു. അത് ഇക്വേഷൻ ഇങ്ങനെ എഴുതി, ഇ റേസ് ടു മൈനസ് ടി ഓഫ് എഫ് ഓഫ് എസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. യു പ്ലസ് ടിയുടെ സ്ഥാനത്ത് ബി ഇട്ട് കൊടുക്കുക, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ കാൽക്കുലസിനകത്ത് നമ്മൾ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യത്തില്ലേ, അതേ ഐഡിയ തന്നെയാണ്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അതിൻ്റെ നോട്ട് കൺവല്യൂഷൻ ഉപയോഗിച്ച് 1/s³ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. അപ്പോൾ 1/s³ 1/s ഇൻറ്റു 1/s² എന്നൊക്കെ. അപ്പോൾ എഫ് ഓഫ് എസ് ജി ഓഫ് എസ്. അപ്പോൾ അതിനെന്തുവാ, അതിൻ്റെ സ്മോൾ എഫും സ്മോൾ ജിയും കണ്ടുപിടിച്ച് അതിൻ്റെ കൺവല്യൂഷനായിട്ട് എഴുതാം. ആ രീതിയിൽ t²/2 എന്ന് ഡയറക്റ്റ് കിട്ടും. ഇത് ഐഡിയ തന്നെയാണ്, ഞാൻ ഒരുപാട് പറയുന്നില്ല. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, കൺവല്യൂഷൻ ഞാൻ ഓടിച്ച് പറയുമായിരുന്നു, അത് ശ്രദ്ധിച്ച് പഠിച്ചോണേ. കൺവല്യൂഷൻ തിയറം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കൺവല്യൂഷൻ തിയറം ചോദിക്കും. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, അതിൻ്റെ പ്രൂഫ് ശരിക്കും പഠിക്കുക, ഒരു 5-6 പ്രാവശ്യം എഴുതി പഠിക്കണം.